ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസിമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ധന്വന്തരമൂർത്തയേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. ഹരി ഓം. രണ്ട് മൂന്ന് ദിവസമായിട്ട് ബ്രേക്കായിരുന്നു. വെറുതെ ഇരിക്കാൻ സഹിക്കാൻ പറ്റുന്നില്ല, വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും വന്ന് നിങ്ങളോടൊപ്പം ഭാഗവതം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മുടെ എന്താ പറയുക, പുറം വേദന, നടുവേദന എന്ന് പറയുന്ന മുകളിൽ അപ്പർ പോർഷനാണ്, ഷോൾഡർ ബാക്ക് പോർഷനാണ്. കൈവെക്കാനും കുറച്ച് പ്രയാസമുണ്ട്. ഈ പോർഷനിലാണ് നല്ല സിവിയർ ആയിട്ടുള്ളൊരു പെയിൻ ഉള്ളത്, ചൊളിന്നുള്ള പെയിൻ ഉള്ളത്. അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ മടിക്കുന്നത്. എങ്കിലും കുറച്ചു നേരം നമുക്ക് ബലം പിടിച്ചിരിക്കാം ഭാഗവതത്തിന് വേണ്ടി. പിന്നെ എല്ലാവരും ആകാംക്ഷയോടെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്ത് പറ്റി, അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനം ആയിക്കോട്ടെ. നേരിൽ കാണുമ്പോൾ കുറച്ചൊരു സമാധാനമാവില്ല. വലിയ പ്രശ്നമൊട്ടല്ലേനും, എന്നാൽ ചെറുതാണെങ്കിലും നമുക്ക് അസ്വസ്ഥത ഉള്ളതാണ്. ശരിയായിക്കോളും, കുറച്ച് സമയമെടുക്കും. നമുക്ക് ആയുർവേദ ഒഴിച്ചിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒഴിച്ചിലുണ്ട്, വൈകുന്നേരം പറ്റ് വയ്ക്കലാണ്. അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തതും. പിന്നെ ഇരിക്കാനും വയ്യാത്തതുകൊണ്ട് തന്നെയാണ്. കിടക്കുമ്പോൾ സുഖമുണ്ട്. മലർന്ന് കിടക്കുക, ചരിഞ്ഞ് കിടക്കുക ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല. എന്നാലും വേദനയുണ്ട്. എല്ലാം ശരിയായിക്കോളും. നമ്മൾക്ക് എന്താ പറയുക, ദേഹാഭിമാനം പോകണ്ടേ അല്ലേ? ഇപ്പോൾ ഓരോരുത്തരും ഓരോ ചികിത്സയൊന്നും പറയണ്ട. അപ്പം അതിൻ്റെ പാട്ടിൽ നടക്കും. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എല്ലാം നമ്മൾ അനുഭവിക്കാനുള്ള പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കണം. നമ്മൾ എളുപ്പ വഴികളൊന്നും നോക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ അനുഭവിക്കണം. ബാക്കി പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും കുറേയൊക്കെ അലിഞ്ഞു പൊക്കോളും. നമ്മളതിനെ വല്ലാതെ റെസിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലാസ് എടുക്കാൻ കുറച്ചൊരു കോൺസെൻട്രേഷൻ വേണം. നമുക്ക് മനസ്സും ബുദ്ധിയും ഇവിടെ ഉറച്ചു നിന്നാലേ ക്ലാസ് നന്നാവുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും.
എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും എല്ലാവരുടെയും സങ്കല്പങ്ങൾക്കും എൻ്റെ സ്നേഹപൂർവമായ കൃതജ്ഞത. നമുക്ക് കുറച്ചു നേരം ഒന്ന് ഭാഗവതം നോക്കാം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. വർണ്ണാശ്രമധർമ്മങ്ങളിൽ ആദ്യത്തെ അധ്യായം 11-ാം അധ്യായത്തിൽ വർണ്ണധർമ്മങ്ങൾ, സാമാന്യധർമ്മങ്ങളൊക്കെ കണ്ടു. 12-ാം അധ്യായത്തിൽ ബ്രഹ്മചാരി ധർമ്മവും വാനപ്രസ്ഥധർമ്മവും വിസ്തരിച്ചു കണ്ടു. ഇനി 13-ാം അധ്യായം സന്യാസധർമ്മമാണ് മുഖ്യം. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ആദ്യം വായിക്കാം. 13-ാം അധ്യായം വായിക്കാം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ 13-ോऽധ്യായഃ. നാരദ ഉവാച. കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്രവിധിനാ നിരപേക്ഷശ്ചരേൻ മഹീം ബിഭ്രയാദ്യദ്യസൗ വാസഃ കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡലിംഗാദേഹ അന്യത് കിഞ്ചിദനാവധി ഏക ഏവ ചരേത് ഭിക്ഷുഃ ആത്മാ രാമോ നപാശ്രയഃ സർവഭൂതസുഹൃത്ശാന്തോ നാരായണപരായണഃ പശ്യേതാത്മന്യതോ വിശ്വം പരേ സദസദോവ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ സുപ്തപ്രബോധയോ സന്തൗ ആത്മനോ ഗതിമാത്മദൃക് പശ്യൻ ബന്ധം ച മോക്ഷം ച മായാമാത്രം ന വസ്തുതഃ നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാസ്യ ജീവിതം കാലം പരം പ്രതീക്ഷേത ഭൂതാനാം പ്രഭവാപ്യയം നാസത്ശാസ്ത്രേഷു സജ്ജേത നോപജീവേത ജീവികാം വാദവാദാൻ ത്യജേത് തർക്കാൻ പക്ഷം കം ച ന സംശ്രയേത് ന ശിഷ്യാൻ അനുബധ്നീത ഗ്രന്ഥാൻ നൈവ അഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാമുപയുഞ്ജീത നാരംഭാൻ ആരഭേത് ക്വചിത് നയതേരാശ്രമഃ പ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രയാദുദവാത്യജേത് അവ്യക്തലിംഗോ വ്യക്താർത്ഥോ മനീഷി ഉന്മത്തബാലവത് കവിർമൂകവദാത്മാനം സദൃഷ്ട്യാ ദർശയേന്ദ്രിണാം അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം പ്രഹ്ലാദസ്യ ച സംവാദം മുനേരാജകരസ്യ ച തം ശയാനം ധരോപസ്തേ കാവേര്യാം സഹ്യസാനുനി രജസ്വലൈസ്തനൂദേശൈർനിഗൂഢാമലതേജസം ദദർശലോകാൻ വിചരൻ ലോകതത്വവിവിൽസയാ വൃതോമാത്യൈ കതിപയൈഃ പ്രഹ്ലാദോ ഭഗവത്പ്രിയഃ കർമ്മണാ കൃതിഭിർവാചാലിംഗൈർവർണ്ണാശ്രമാദിഭിഃ ന വിദന്തി ജനായം വൈ സോऽസൗ ഇതി ന വേദി ച തം നത്വാഭ്യർച്ച്യ വിധിവത് പാദയോ ശിരസാ സ്പൃശൻ വിവിൽസുർ ഇദമപ്രാക്ഷീത് മഹാഭാഗവതോ അസുരഃ ബിഭർഷികായം പീവാനം സോദ്യമോ ഭോഗവാൻ യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാം ഇഹ ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യഥാ ന തേ ശയാനസ്യ നിരുദ്യമസ്യ ബ്രഹ്മന്നുഹാർത്തോ യത ഏവ ഭോഗഃ അഭോഗിനോയം തവ വിപ്രദേഹഃ പീവാ യതസ്തദ്വതന ക്ഷമം ചേത് കവികൽപോ നിപുണദൃക് ചിത്രപ്രിയകഥഃ സമഃ ലോകസ്യ കുർവത കർമ്മ ശേഷേ തദ്വീക്ഷിതാപി വാ. നാരദ ഉവാച. സൈത്തം ദൈത്യപതിനാ പരിപൃഷ്ടോ മഹാമുനിഃ സ്മയമാനസ്തമഭ്യാഹ തദ്വാഗമൃതയന്ത്രിതഃ. ബ്രാഹ്മണ ഉവാച. വേദേദമസുരശ്രേഷ്ഠ ഭവാൻ നനു ആര്യസമ്മതഃ
ഈഹോപരമയോർനൃണാം പദാന്യധ്യാത്മചക്ഷുഷാ യസ്യ നാരായണോ ദേവോ ഭഗവാൻ ഹൃദ്ഗതഃ സദാ ഭക്ത്യാ കേവലയാ ജ്ഞാനം ദുനോതി ദ്വാന്തമർക്കവത് അദാ ബിബ്രൂമഹേ പ്രശ്നാൻ തവ രാജൻ യഥാ ശ്രുതം സംഭാവനീയോ ഹി ഭവാൻ ആത്മനഃ ശുദ്ധിമിച്ഛതാം തൃഷ്ണയാ ഭവവാഹിന്യാ യോഗ്യൈഃ കാമൈരപൂരയാ കർമാണി കാര്യമാണോഹം നാനായോനിഷു യോജിതഃ യദൃച്ഛയാ ലോകമിമം പ്രാപിതഃ കർമ്മഭിർഭ്രമन् സ്വർഗാപവർഗയോർദ്വാരം തിരശ്ചാം പുനരസ്യ ച അത്രാപി ദമ്പതീനാം ച സുഖായ അന്യാപനുത്തയേ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യയം സുഖമസ്യാത്മനോ രൂപം സർവേഹോപരതിസ്തനുഃ മനഃസംസ്പർശജാൻ ദൃഷ്ട്വാ ഭോഗാൻ സ്വപ്സ്യാമി സംവിശन् ഇത്യേതദാത്മനസ്വാർത്ഥം സന്തം വിസ്മൃത്യ വൈപുമാൻ വിചിത്രാമസദിദ്വൈതേ ഘോരാമാപ്നോതി സംസൃതിം ജലം തദുദ്ഭവൈശ്ചന്നം ഹിത്വാജ്ഞോ ജലകാമ്യയാ മൃഗതൃഷ്ണാമുപാധാവേത് യദാന്യത്രാർത്ഥദൃക്സ്വതഃ ദേഹാദിഭിർദൈവതന്ത്രൈഃ ആത്മനഃ സുഖമീഹതഃ ദുഃഖാത്യയം ജാനീശസ്യ ക്രിയാമോഗാഃ കൃതാകൃതാഃ ആധ്യാത്മികാദിഭിർദുഃഖൈരവിമുക്തസ്യ കർഹിചിത് മർത്യസ്യ കൃച്ഛ്രോപനതൈഃ അർത്ഥൈഃ കാമൈഃ ക്രിയേത കിം പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാം അജിതാത്മനാം ഭയാദലബ്ധനിദ്രാണാം സർവതോ അഭിവിശങ്കിനാം രാജതശ്ചോരതഃ ശത്രോഃ സ്വജനാത് പശുപക്ഷിതഃ അർത്തിഭ്യകാലതഃ സ്വസ്മാത് നിത്യം പ്രാണാർത്ഥവദ്ഭയം ശോകമോഹഭയക്രോധരാഗ ക്ലൈബ്യശ്രമാദയഃ യന്മൂലാസ്യുർനൃണാം ജഹ്യാത് സ്പൃഹാൻ പ്രാണാർത്ഥയോർബുധഃ മധുകാരമഹാസർപ്പൗ ലോകേസ്മിൻ നോ ഗുരുത്തമൗ വൈരാഗ്യം പരിതോഷം ച പ്രാപ്താ യച്ഛിക്ഷയാ വയം വിരാഗഃ സർവകാമേഭ്യഃ ശിക്ഷിതോ മേ മധുവ്രതാത് കൃച്ഛ്രാപ്തം മധുവദ്വിത്തം ഹത്വാപി അന്യോ ഹരേത് പതിം അനീഹഃ പരിതുഷ്ടാത്മാ യദൃച്ഛോപനതാദഹം നോ ചേച്ഛയേ ബഹ്വഹാനി മഹാഹിരിവ സത്വവാൻ ക്വചിദൽപം ക്വചിത് ഭൂരി ഭുഞ്ജേന്നം സ്വാദു അസ്വാദു വാ ക്വചിത് ഭൂരി ഗുണോപേതം ഗുണഹീനമുത ക്വചിത് ശ്രദ്ധയോ വാ ഹൃദം ക്വാപി കദാചിന്മാനവർജിതം ഭുഞ്ജേ ഭുക്വാദ കസ്മിൻശ്ചിത് ദിവാനക്തം യദൃച്ഛയാ ക്ഷൗമം ദുകൂലമജിനം ചീരം വൽക്കലമേവ വാ ക്ഷൗമം ദുകൂലമജിനം ശീലം വൽക്കലമേവ വാ വസേ അന്യതഭിഃ സംപ്രാപ്തം ദിഷ്ടഭുക്തുഷ്ടധീരഹം ക്വചിത്സയേതരോപസ്ഥേ തൃണപർണാസ് അശ്മഭസ്മസു ക്വചിത് പ്രാസാദപര്യങ്കേ കശിപൗ വാ പരേച്ഛയാ ക്വചിത് സ്നാതോനുലിപ്താംഗഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ രതേ ഭാഷ്യൈശ്ചരേ ക്വാപി ദിഗ്വാസാഗ്രഹവദ്വിഭോ നാഹം നിന്ദേന ച സ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉതൈകാത്മ്യം മഹാത്മനി
വികൽപ്പം ജുഹുയാച്ചിത്തൗ താം മനസ്യർത്ഥ വിഭ്രമേ മനോവൈകാരികേ ഹുത്വാ തന്മായായാം ജുഹോത്യനു ആത്മാനുഭൂതൗ താം മായാം ജുഹുയാത് സത്യദൃക്മുനിഃ തതോ നിരീഹോ വിരമേത് സ്വാനുഭൂത്യാത്മനി സ്ഥിതഃ സ്വാത്മവൃത്തം മയേത്തം തേ സുഗുപ്തം അപി വർണ്ണിതം വ്യപേതം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവൽപരഃ. നാരദ ഉവാച ധർമ്മം പാരമഹംസ്യം വൈ മുനേഃ ശ്രുത്വാ സുരേശ്വരഃ പൂജയിത്വാ തതഃ പ്രീതഃ ആമന്ത്ര്യ പ്രയയൗ ഗൃഹം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിരനാരദ സംവാദേ യതിധർമ്മേ ത്രയോദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. വൈകി വന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ സപ്തമസ്കന്ധത്തിലെ 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വർണ്ണാശ്രമധർമ്മങ്ങളിൽ യതിധർമ്മം അല്ലെങ്കിൽ സന്യാസധർമ്മം, അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 അധ്യായങ്ങളായി 11ഉം 12ഉം അധ്യായങ്ങളിൽ വർണ്ണാശ്രമധർമ്മം ആരംഭിച്ച് 11ാം അധ്യായത്തിൽ വർണ്ണധർമ്മം, സ്ത്രീധർമ്മം ഇതൊക്കെ കണ്ടു. 12ാം അധ്യായത്തിൽ ആദ്യത്തെ 16 ശ്ലോകങ്ങളെ കൊണ്ട് ബ്രഹ്മചാരി ധർമ്മവും പിന്നീടുള്ള 15 ശ്ലോകങ്ങളെ കൊണ്ട് വാനപ്രസ്ഥ ധർമ്മങ്ങളും കണ്ടു. അങ്ങനെ വാനപ്രസ്ഥനായി ജീവിക്കുന്നത് എന്തിനു വേണ്ടി? സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. മോക്ഷമാണ് എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. മോക്ഷം എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിലുള്ള നിഷ്ഠയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന ആ ബോധം ഉറയ്ക്കലാണ് മോക്ഷം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ക്രമീകരണത്തെയാണ് വർണ്ണാശ്രമധർമ്മങ്ങളായി പറയുന്നത് ഇവിടെ. അപ്പോൾ മോക്ഷസൗധത്തിലേക്ക് കയറാനായിക്കൊണ്ട് കടന്നു വരുന്ന പടികളാണിതെല്ലാം. ഏതെല്ലാം അവസ്ഥകളിലൂടെ ഏതെല്ലാം ജീവിതഘട്ടങ്ങൾ കടന്ന് ആ ലക്ഷ്യമാകുന്ന ജ്ഞാനനിഷ്ഠ എന്ന മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പോൾ അതിൽ വാനപ്രസ്ഥധർമ്മം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദേഹാഭിമാനം തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അതിൽ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൽ അവസാനം പറഞ്ഞ കുറേ ധ്യാനം. ഒന്ന് ആരും മറ്റ് കമൻറ്റുകളൊന്നും വേണ്ട. എൻ്റെ ആരോഗ്യകാര്യം ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് വറി ചെയ്യണ്ട. ആരുടെയും ഒരു സിമ്പതിയും വേണ്ട. എല്ലാവരും ക്ലാസ്സിൽ ഗൗരവമായി ശ്രദ്ധിക്കുക. അത്രേ വേണ്ടു. എനിക്ക് വയ്യാ തോന്നിയാൽ ഞാൻ നിർത്തിയിട്ട് പൊക്കോളാം. അതുകൊണ്ട് കമൻറ്റുകളൊന്നും വേണ്ട ആരുടെയും. എനിക്ക് വയ്യെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. സഹിക്കാൻ പറ്റുന്നവർ അത്രയും നേരം
ഞാൻ എടുക്കാം. അതുകൊണ്ട് എന്താ പറയുക, സിമ്പതിയൊന്നും വേണ്ട, പ്രാർത്ഥന മനസ്സിലുണ്ടായാൽ മതി. ഇപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം എല്ലാവർക്കും ആരോഗ്യത്തിനായിക്കൊണ്ട് ക്ഷേമത്തിനായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവസാനം കണ്ടതായിട്ടുള്ള മെഡിറ്റേഷൻസ് അഥവാ നമ്മുടെ ശരീരം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്, പ്രപഞ്ചത്തിൽ നിന്നുണ്ടായതാണ്, പഞ്ചഭൂതങ്ങളാണ്, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ അതിനെയെല്ലാം തിരിച്ച് പ്രകൃതിയുമായി വിലയം ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഭാവന, ഇതെല്ലാം പ്രകൃതിയുടേതാണ്, ഇതെല്ലാം പ്രകൃതിയുടേതാണ്, ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാവനയാണ് നിരന്തരമാക്കി ഈ ദേഹത്തിലുള്ള അഭിമാനത്തെ പോക്കേണ്ടത് എന്നുള്ളതാണ് വാനപ്രസ്ഥധർമ്മത്തിലെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി എന്താ പറയുക, ചിലർക്ക് തീരെ ശാരീരികമായിട്ടുള്ള അവശതയുണ്ട്, ശ്രവണാദികൾക്കും മനന നിധിധ്യാസനത്തിനൊന്നും ശേഷിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അനശനാധികം കുഴിയാതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ പ്രായോപവേശം പോലെ ശരീരത്തെ ക്ഷയിപ്പിച്ച് ശരീരബോധം കുറച്ച് കൊണ്ടുവന്ന് ആ ദേഹത്തെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്ത് എന്താ പറയുക, വീണു പോകാനായി അനുവദിക്കുക. വാനപ്രസ്ഥരായിരിക്കുമ്പോൾ തന്നെ ആ ഒരു അനശനാദി തപസ്സുകൊണ്ട് ശരീരത്തെ തിരിച്ച് കഴിയുന്നതും വേഗം വിലയം പ്രാപിക്കാനുള്ള സങ്കല്പം ചെയ്ത് ആ ശരീരത്തെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കാം എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ എന്താ പറയുക, ശരീരത്തെ ഉപേക്ഷിച്ച് പിന്നൊരു ആ സംസ്കാരത്തോടുകൂടി വളരെ ഉയർന്ന നിലയിലുള്ള ഒരു ജന്മം കിട്ടും. അപ്പോൾ ആ ജന്മത്തിൽ ആരംഭത്തിൽ തൊട്ടേ നിവൃത്തിനിരതനായി സന്യാസിയായി അദ്ദേഹത്തിന് ലക്ഷ്യത്തിലേക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഒരു വാഹനം കണ്ടം ചെയ്യേണ്ട അവസ്ഥ ആയിക്കഴിഞ്ഞാൽ ആ വാഹനത്തെ പിന്നെ വലിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആ വാഹനത്തെ ഉപേക്ഷിച്ച് യാത്ര അവിടെ മതിയാക്കാം, തൽക്കാലം മതിയാക്കാം. വേറൊരു വാഹനം വരുമ്പോൾ അതിൽ കയറിപ്പോകാം. ആ വാഹനത്തെ ചുമക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് വാനപ്രസ്ഥാശ്രമത്തിലും തനിക്ക് സന്യാസത്തിനോ അതുപോലെയുള്ള ആധ്യാത്മിക സാധനകൾക്കോ ആ ശരീരം യോഗ്യമല്ല എന്ന് തോന്നിയാൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പ്രായോപവേശാദികൾ അനുഷ്ഠിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം ഇതിനനുകൂലമായിട്ടുള്ള യാത്രയ്ക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന യോഗ്യതയുള്ളതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വാഹനം ലഭിക്കും, മറ്റൊരു ദേഹം ലഭിക്കും. ഭഗവാൻ ഗീതയിൽ 6-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രയത്നം ചെയ്ത് ലക്ഷ്യത്തിലെത്താതെ മരിച്ചു പോകുന്ന ഒരാൾക്ക് ഈ ലോകവുമില്ല പരലോകവുമില്ല എന്നുള്ള അവസ്ഥ വരില്ലേ എന്ന് അർജുനൻ ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയില്ല. ഉഭയവിഭ്രഷ്ടനായിട്ടുള്ള ഒരാൾ കാംഗതിം ഗച്ഛതി എന്ന് കൃഷ്ണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ പുത്ര എന്നുള്ള അർത്ഥത്തിൽ വാത്സല്യത്തോടെ അർജുനനോട് ഭഗവാൻ പറയണ, ഹേ താത, കല്യാണകൃത്ത് കശ്ചിത് ദുർഗതിം ന ഗച്ഛതി. ആധ്യാത്മികമായ പരിശ്രമം ചെയ്ത് ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലെങ്കിലും അയാൾക്ക് മരണം സംഭവിച്ചാൽ അയാൾ ദുർഗതിയെ പ്രാപിക്കുകയില്ല
പിന്നീട് അയാള് പ്രാപ്യ പുണ്യകൃതാൻ ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഹ പിന്നീട് അയാള് യോഗഭ്രഷ്ട ധീമതാം അല്ലെ ബുദ്ധിമാന്മാരും ശ്രീമാന്മാരുമായിരിക്കുന്ന സജ്ജനങ്ങളുടെ ഗൃഹത്തിൽ വന്ന് യോഗഭ്രഷ്ടോ അഭിജായതേ എന്ന് പറയുന്നത് യോഗഭ്രഷ്ടൻ വന്ന് പുനർജനിക്കുന്നു. പിന്നീട് അവിടുന്ന് അദ്ദേഹത്തിന് എവിടെ കഴിഞ്ഞ ജന്മത്തിൽ നിർത്തിയോ അവിടുന്നുള്ള യാത്രയെ തുടരേണ്ടതുള്ളൂ, അവിടുന്നുള്ള പ്രയത്നമേ തുടരേണ്ടതുള്ളൂ. അങ്ങനെയുള്ള യോഗഭ്രഷ്ടന്മാരായിരിക്കാം നമ്മൾ കാണുന്ന പല മഹാത്മാക്കളും. ജന്മനാ വൈരാഗ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാജ്ഞാനികളായി ലോകത്തിന് ദീപസ്തംഭങ്ങളായി തീർന്ന നാരായണ ഗുരുദേവനോ രാമകൃഷ്ണ പരമഹംസരോ അല്ലെങ്കിൽ രമണ മഹർഷിയോ ചട്ടമ്പി സ്വാമികളോ അതുപോലെയുള്ള മഹാപുരുഷന്മാരൊക്കെ പൂർവ്വജന്മത്തിൽ അവരുടെ സാധനകളൊക്കെ കഴിഞ്ഞ് ഏകദേശം ലക്ഷ്യത്തിലെത്താറായപ്പോൾ ദേഹം വെടിഞ്ഞവരാണ്. അവർ ഈ ജന്മത്തിൽ ജനിച്ച ആ ഇതിൽ തന്നെ അവരുടെ ശൈശവം വെടിഞ്ഞ ഉടനെ തന്നെ ലക്ഷ്യബോധമുള്ളവരായി തീർന്ന് അതിന് അനുകൂലമായിട്ടുള്ള യാത്ര ആരംഭിച്ച് ഉടനെ തന്നെ ലക്ഷ്യപ്രാപ്തി നേടിയവരാണ്. അപ്പോൾ അതാണ് ആ വാനപ്രസ്ഥ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇനി നമുക്ക് വാനപ്രസ്ഥം കഴിഞ്ഞ് ശക്തനാണെങ്കിൽ സന്യസിച്ച് എന്നാണ് ആരംഭം തന്നെ. ഈ 13-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ കൽപ്പസ്ത്വേവം പരിവ്രജ്യ എന്നാണ് ആരംഭിക്കുന്നത്. നാരദ ഉവാച കൽപ്പസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്രവിധിനാ നിരപേക്ഷശ്ചരേന്മഹീം. നാരദ ഉവാച കൽപ്പസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്രവിധിനാ നിരപേക്ഷശ്ചരേന്മഹീം. നാരദര് യുധിഷ്ഠിരന് ഉപദേശം തുടരുകയാണ്. രാജസൂയയാഗ സദസ്സിലാണ് ഈ സംവാദം തുടരുന്നത്. കൽപ്പഃ തു ഏവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്രവിധിനാ നിരപേക്ഷഃ ചരേന്മഹീം. ഇപ്പൊ കൽപ്പഃ തു എന്ന ആരംഭം. കൽപ്പഃ തു എന്ന് പറഞ്ഞാലോ ശക്തനാകട്ടെ എന്നാണ്. കൽപ്പനായിട്ടുള്ളവൻ. കൽപ്പൻ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്ന് തന്നെയാണ് അർത്ഥം. കല്യത, കൽപ്പത എന്നൊക്കെ ഉള്ളത് ശക്തിയെ, സാമർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ്, യോഗ്യതയെ സൂചിപ്പിക്കുന്നതാണ്. നാരായണീയകാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവദുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാ സുതവ തുഷ്ടിമാപ്നുയാം. അല്ലേ നാരായണീയകാരൻ കല്യതാം മമ കുരുഷ്വ താവതീം. താവതീം കല്യതാം മമ കുരുഷ്വ. താവതീം എന്ന് പറഞ്ഞാൽ അത്രമാത്രം, എത്രമാത്രം. കല്യതേ ഭവദുപാസനം യയാ. യയാ കല്യതയാ ഭവദുപാസനം കല്യതേ. എത്ര കല്യത എനിക്കുണ്ടായാൽ, എത്ര സാമർഥ്യം എനിക്കുണ്ടായാൽ ഭവദുപാസനം കല്യത്തെ, അങ്ങയുടെ ഉപാസന എനിക്ക് ശക്തമായി തുടരാൻ സാധിക്കുമോ അത്രമാത്രം കല്യതാം മമ കുരുഷ്വ. എനിക്ക് അത്രമാത്രം ആരോഗ്യത്തെ, ശക്തിയെ നൽകി അനുഗ്രഹിച്ചാലും. കല്യത തന്നെയാണ് കൽപ്പത. അത് തന്നെയാണ് ഇവിടെ കൽപ്പഹ. കൽപ്പതയുള്ളവൻ കൽപ്പഹ. ആ ശക്തിയുള്ളവൻ കൽപ്പൻ. അപ്പൊ കൽപ്പഹ തു ഏവം പരിവ്രജ്യ. കൽപ്പനാകട്ടെ ഇപ്രകാരം പരിവ്രാജനം ചെയ്തിട്ട്. വാനപ്രസ്ഥനായിരിക്കുമ്പോൾ തന്നെ പരിവ്രാജനം അഭ്യസിച്ചു. സന്യാസിയാവുമ്പോൾ അത് പൂർണ്ണമാക്കുകയാണ്. എങ്ങനെ? ദേഹമാത്രാവശേഷിത.
തന്റെ ദേഹമാത്രം അവശേഷിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ വേറെ പൊസഷൻസ് ഒന്നും കാര്യമായിട്ട് വേണ്ട. തന്റെ ദേഹം മാത്രം വഹിച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേത് വാനപ്രസ്ഥനായിരിക്കുമ്പോൾ അവനവന്റെ ആ അഗ്നികർമ്മങ്ങളൊക്കെ ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ കൊണ്ടു നടക്കാൻ പറഞ്ഞു അല്ലെ. ദണ്ഡം മുതലായതും വേണമെങ്കിൽ കൊണ്ടു നടക്കാം, കമണ്ഡലു മുതലായത് അതും പോലും ഉപേക്ഷിക്കാൻ പരമഹംസ പരിവ്രാജകനായിട്ടുള്ള ഒരു സന്യാസിക്ക്. അതാണ് ഏവം പരിവ്രജ്യ ദേഹമാത്ര അവശേഷിത, ദേഹം മാത്രം അവശേഷിപ്പിച്ചിട്ട് നിരപേക്ഷ ഒന്നിനോടും ഡിപ്പെൻഡൻസി ഇല്ലാതെ, ഒന്നും അപേക്ഷിക്കാതെ, ആരോടും ഒരു വിധേയത്വവും ഇല്ലാതെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഗ്രാമൈകരാത്ര വിധിന മഹീം ചരേത്. ഗ്രാമ ഏകരാത്ര വിധിന, ഒരു രാത്രി ഒരു ഗ്രാമത്തിൽ എന്നുള്ള വിധിക്കനുസരിച്ച് മഹീം ചരേത്, ഭൂമിയിൽ ചരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി, അടുത്ത രാത്രി അടുത്ത ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട്, അല്ലാതെ ഒരു ഭാഗത്ത് പോയി അവിടെ നല്ല ഭക്ഷണം കിട്ടി അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളുണ്ട് എന്ന് കണ്ടാൽ രണ്ടാം ദിവസം താമസിക്കണം എന്ന് തോന്നും അല്ലേ. ചില സ്ഥലങ്ങളിൽ പോയി അങ്ങനെയാണ്, നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും, നല്ല ഭക്ഷണം കിട്ടും, നല്ല താമസ സൗകര്യങ്ങൾ കിട്ടും, ആളുകൾ നമ്മളെ പൂജിക്കാനുണ്ടാവും, ബഹുമാനിക്കാനുണ്ടാവും, സൗകര്യങ്ങളുണ്ട്. എന്നാ പിന്നെ അവിടെ തന്നെ അയക്കളയാ 1-2 ദിവസം കൂടെ എന്ന് കരുതരുത് എന്നാണ്. അടുത്ത ദിവസം തന്നെ അടുത്ത രാത്രി വേറൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ നോക്കണം. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തും സംഘമില്ലാതെ, ഒരിടത്തും ആർക്കും ഒരു ഭാരമായി മാറാതെ, ഒരു മന്ദമാരുതനെ പോലെ സഞ്ചരിക്കണം. മന്ദമാരുതൻ എവിടെയും നിൽക്കില്ല. അതുപോലെ മന്ദമാരുതനെ പോലെ ഒരു സന്യാസി സഞ്ചരിച്ചുകൊണ്ട് എവിടെയും സംഘമില്ലാതെ പോകണം എന്നുള്ളതാണ് പരിവ്രാജക ധർമ്മം. അതുകൊണ്ടാണ് അങ്ങനെ പരിവ്രാജകന്മാരായി സഞ്ചരിക്കുന്ന സന്യാസിമാരൊക്കെ നമ്മുടെ ആശ്രമത്തിലും കേരളത്തിലും എല്ലാ ആശ്രമങ്ങളിലും വരും. വന്നു കഴിഞ്ഞാലും അവർ ഒന്നുകിൽ വന്ന അന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി തങ്ങണം എന്ന് പറയും, പോകും. ചിലർ വന്നാൽ 2-3 ദിവസം മാക്സിമം. അങ്ങനെ ആശ്രമങ്ങളിൽ 3 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ളവരെ താമസിക്കാൻ അനുവദിക്കാറില്ല. എല്ലാ ആശ്രമങ്ങളിലും നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. പരമാവധി 3 ദിവസം ഇങ്ങനെയുള്ള പരിവ്രാജകന്മാർ വന്നാൽ, അല്ലെങ്കിൽ മറ്റാര് അതിഥി വന്നാലും ഒരു ആശ്രമത്തിൽ താമസിക്കും. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ അന്തേവാസിയായി പഠിക്കാനോ സേവനം ചെയ്യാനോ ഒക്കെ ആയിട്ട് അവിടെ കൂടുന്ന ആൾക്കാർ അതാത് ആശ്രമങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കും. അതല്ലാതെ വന്ന അതിഥികളെ പോലെ വരുന്നതായിട്ടുള്ള, അവിടേക്ക് യാതൊരു ബന്ധവും ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളുകൾ പഠനത്തിനൊന്നുമല്ല വരുന്നതെങ്കിൽ വന്ന് പരമാവധി 3 ദിവസം നിന്ന് പോകാം. അങ്ങനെയാണ് പല ആശ്രമങ്ങളിലുള്ള വ്യവസ്ഥകൾ. 3 ദിവസം താമസിക്കുമ്പോൾ ഭക്ഷണവും കൊടുക്കും. അതുപോലെ പോകുമ്പോൾ എന്തെങ്കിലും യാത്രാ ചെലവിന് ദക്ഷിണയായിട്ടും കൊടുക്കും. നമ്മുടെ അവിടെയും പതിവുണ്ട്. അതുപോലെ ഗൃഹസ്ഥന്മാരും പണ്ട് കൊടുത്തിരുന്നു. ഒരു ദിവസമെങ്കിലും ഏത് വീടുകളിലും ആർക്കും എപ്പോഴും കയറി അഭയം ചോദിക്കാം, കിടക്കാം, അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തൊരവസ്ഥയായി. അതുകൊണ്ട് നിവൃത്തിയില്ലാതായി. എങ്കിലും നമുക്കറിയാവുന്ന അല്ലെങ്കിൽ മര്യാദ തോന്നുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഒരു രാത്രി, അതാണ് ഗ്രാമൈക രാത്ര വിധി. ആ വിധിക്കനുസരിച്ച് നിരപേക്ഷ ചരേൻ മഹി, ഭൂമിയിൽ സഞ്ചരിക്കേണ്ടതാണ്. ആ ഒരു എന്താ പറയുക, ധൈര്യം ഒരു സന്യാസിക്ക് ഉണ്ടാവണം, ആത്മവിശ്വാസം ഉണ്ടാകണം, ഭൂമി എന്ന മാതാവിൽ വിശ്വാസം ഉണ്ടാകണം, തൻ്റെ പ്രാരബ്ധത്തിൽ നല്ല ഉറപ്പുണ്ടാവണം. തനിക്ക് പ്രാരബ്ധം ഉണ്ടെങ്കിൽ തനിക്ക് എവിടെ പോയാലും, ഏത് മരുഭൂമിയിൽ പോയാലും ഭക്ഷണം കിട്ടാൻ യോഗം ഉണ്ടാവും. തനിക്ക് പ്രാരബ്ധമില്ലെങ്കിൽ ഏത് സുഭിക്ഷമായിട്ടുള്ള ദേശത്ത് ചെന്നാലും ഒന്നും കിട്ടുകയും ഇല്ല. ഇതാണ് യോഗം, ഇതാണ് പ്രാരബ്ധം. അപ്പോ ഈശ്വരൻ നമുക്ക് ഓരോ ദിവസത്തേക്കും എന്താണോ കൃത്യമായി എത്തിക്കേണ്ടത്
അത് എത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതായിട്ടുള്ള ബോധ്യം ഒരു സന്യാസിക്ക് വേണം. അപ്പോഴാണ് അവൻ സന്യാസിയാവുന്നത്. കൽപസ്ത്വേവം പരിവ്രജ്യ ദേഹമാത്രാവശേഷിതഃ ഗ്രാമൈകരാത്ര വിധിന നിരപേക്ഷശ്ചരേന്മഹീം ബിഭ്രിയാദ്യദ്യസൗ വാസഃ കൗപീനാച്ഛാദനം പരം ത്യക്തം ന ദണ്ഡലിംഗാദേഹ അന്യത് കിഞ്ചിത് അനാപതി. ബിഭ്രിയാദ് യദി അസൗ വാസഃ കൗപീന ആച്ഛാദനം പരം. അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ, ഈ സന്യാസി പരിവ്രാജകൻ. ബിഭ്രിയാദ് വാസഃ. അപ്പൊ വാസഃ ബിഭ്രിയാദ് യതി, വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം. അപ്പൊ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ പരം കൗപീനാച്ഛാദനം, ഏറ്റവും ഉത്തമമായത് കൗപീനം മാത്രം ധരിക്കുന്നതാണ്. അല്ലേ? ഇപ്പോ ദേശമൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ ധരിക്കാനായിക്കൊണ്ട്. കേരളം പോലെയുള്ള ദേശത്ത് കൗപീനം മാത്രം ധരിച്ചുകൊണ്ട് നടന്നാൽ ഉപദ്രവിക്കുന്ന ജനങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷോഭമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ ആവശ്യത്തിനുള്ള വസ്ത്രം ധരിക്കാം. അതാണ് വേണമെങ്കിൽ ധരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പരം കൗപീനാച്ഛാദനം, ഏറ്റവും ശ്രേഷ്ഠമായത് കൗപീനാച്ഛാദനം. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചെന്നാല് പല ഗ്രാമങ്ങളിലും ഇപ്പോഴും കൃഷിക്കാര് കൗപീനം മാത്രം എടുത്ത് നടക്കുന്നവരുണ്ട്. നല്ല കൃഷി മാത്രം നടക്കുന്നതായിട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കൗപീനം മാത്രം എടുത്ത് ഭർത്താവ് സൈക്കിൾ ചവിട്ടുണ്ടാവും, ഭാര്യ പുറകിൽ സാരി ഉടുത്തിട്ട് ഇരിപ്പുണ്ടാവും. ഈ ഈരോട്, സേലം, ഭവാനി, സത്യമംഗലം, ധർമ്മപുരി അതുപോലെയുള്ളതായിട്ടുള്ള പല ഗ്രാമാന്തരങ്ങളിലൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ധാരാളം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പശുവിനെ മേയ്ക്കുന്നവര്, കൃഷി പണിയെടുക്കുന്ന കന്ന് കൂട്ടുന്നവര്, മറ്റ് പണികൾക്ക് പോകുന്നവര്, ഈ മറ്റേ പിക്കാസും കൈക്കോട്ടും ഒക്കെ ആയിട്ട് കിളയ്ക്കാനും ഇതൊക്കെ പോകുന്നവര്, അവരൊക്കെ വെറും കൗപീനം മാത്രം എടുത്ത് തലയെക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ വലിയ വസ്ത്രം കൊണ്ട് തലയെക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും, ഉടുത്തിരിക്കുന്നത് കൗപീനം മാത്രം. സാധാരണ ഗൃഹസ്ഥരാണ് അവര്, വ്യവസായികൾ എന്നാണ് അവർ പറയുക. അവരെ വ്യവസായി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെയാണ് വ്യവസായം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ വ്യവസായം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അത് തമിഴന്മാരാണ് ശരിക്കും ആ വാക്ക് ഉപയോഗിക്കുന്നത്. തമിഴിൽ വ്യവസായി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നാണ് അർത്ഥം. എന്നാ പண்றீங்கோ എന്ന് ചോദിച്ചാൽ ഞാൻ വ്യവസായം പண்றீங்கോ എന്ന് പറയും. എന്താണ് വ്യവസായം പண்றீங்கോ? ഇപ്പൊ എന്താ വ്യവസായം എന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക 300 ഏക്കർ കടലുണ്ട്, അല്ലെങ്കിൽ 200 ഏക്കർ കരിമ്പുണ്ട്, അല്ലെങ്കിൽ ചോളമുണ്ട് എന്ന് പറയും. അവർ ഉടുത്തിരിക്കുന്നത് വെറും കൗപീനം മാത്രമായിരിക്കും. അതുപോലെ വടക്കേന്ത്യയിലൊക്കെ സന്യാസിമാർ ഏത് വസ്ത്രം ധരിച്ചാലും അവരെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് ഉള്ളത്. സൗത്ത് ഇന്ത്യയിലെ പോലെ ഈ അപമാനിക്കുന്ന സ്വഭാവം ഇല്ല. ദ്രവിഡ ദേശത്താണ് ഈ സന്യാസികൾക്ക് വസ്ത്രത്തിലൊക്കെ കൂടുതൽ എന്താ പറയുക ബോധം ഉണ്ടാവുന്നത്. കാരണം ഇവിടെയുള്ള ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് എന്താവട്ടെ. അപ്പോ അസൗ വാസഹ ബിഭ്രിയാദ്യതി, ഇവന് വസ്ത്രം ധരിക്കണം എന്നുണ്ടെങ്കിൽ കൗപീനാച്ഛാദനം പരം, കൗപീനം ധരിക്കുന്നത് ധാരാളം മതി. അതുകൂടി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അതിന് പറഞ്ഞതിന്റെ അർത്ഥം. കൗപീനമേ ധാരാളം എന്ന് പറഞ്ഞാൽ കൈമുതിക ന്യായമാണ് ഇവിടെ. മറ്റതിന്റെ കാര്യം അപ്പോൾ മറ്റു വസ്ത്രം ഇല്ലാതിരിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല എന്നർത്ഥം. അതാണ് സന്യാസം. എന്തായാലും അത് പണ്ടത്തെ കാലത്തെയാണിത് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇത് ദ്വാപരയുഗത്തിലാണ് നാരദ മഹർഷി പറയുന്നത്. ഇപ്പൊ കലിയുഗമാണ് അല്ലെ? കലിയുഗത്തില് കുറച്ച് മാറ്റങ്ങൾ വരുത്തി സ്വീകരിക്കാം.
കാലാകാലങ്ങൾക്കനുസരിച്ച മാറ്റം നമുക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ്. ഇനി തെക്തം ദണ്ഡലിംഗാദേഹേ അന്യത് കിഞ്ചിത് അനാപതി ന വിബ്രിയാത്. ദണ്ഡം ലിംഗം ആദേഹേ അന്യത് കിഞ്ചിത് തെക്തം, ത്യജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സന്യാസത്തിൽ ദണ്ഡം ത്യജിക്കുക എന്നുള്ളതായിട്ടുള്ള ചടങ്ങുണ്ട്. ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും ഒക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ബ്രഹ്മചാരിയും വാനപ്രസ്ഥനുമായിരിക്കുമ്പോൾ ദണ്ഡ് ധരിച്ചവൻ ആ ദണ്ഡിനെ സന്യസിക്കുമ്പോൾ ഉപേക്ഷിക്കും. അതുപോലെ കുടുമ ഉപേക്ഷിക്കും, പൂണൂലിനെ കട്ട് ചെയ്ത് കളയും, മേഖല കളയും. ഇതൊക്കെ കളഞ്ഞിട്ടാണ്, കൗബീനം പോലും അഴിച്ചു കളഞ്ഞിട്ടാണ് ഗംഗയിൽ മുങ്ങി എഴുന്നേറ്റ് സന്യസ്തോഹം, 3 ലോകങ്ങളെയും ഞാൻ സന്യസിച്ചിരിക്കുന്നു. ഭൂർഭുവ സ്വഹ സന്യസ്തം മയാ, ഭൂർഭുവ സ്വഹ സന്യസ്തം മയാ, ഭൂർഭുവ സ്വഹ സന്യസ്തം മയാ. ഈ 3 ലോകങ്ങളും എന്നാൽ സന്യസിക്കപ്പെട്ടു, 3 ലോകങ്ങളിലുള്ള സർവ്വതും എന്നാൽ സന്യസിക്കപ്പെട്ടു എന്ന് 3 പ്രാവശ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഇങ്ങനെയുള്ള ഏഷണാത്രയങ്ങളെ ഞാനിതാ വെടിഞ്ഞിരിക്കുന്നു എന്നെല്ലാമുള്ള മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ ഗംഗയിൽ നിന്ന് കരയ്ക്ക് കയറി വരിക. എന്നിട്ട് വടക്കോട്ട് നടന്നു പോകുമ്പോൾ ഗുരുക്കന്മാർ വിളിച്ച് അവർക്കൊരു സന്യാസ നാമവും വസ്ത്രവും ഒക്കെ പതിവ്. ഇവിടെ ഇപ്പം നമ്മുടെ സന്യാസ ദീക്ഷകൾ സ്വയം സന്യസിക്കാവുന്നതുമാണ്. അപ്പം സ്വയം സന്യസിക്കുമ്പോൾ വസ്ത്രം തരാൻ ആരുമില്ല, അങ്ങനെ വടക്കോട്ടേക്ക് പോകാം. നാമം വേണമെന്നില്ല, എല്ലാം വ്യവഹാരത്തിനാണ് നാമത്തിൻ്റെയൊക്കെ ആവശ്യം. ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്വയം ഒരു നാമം സ്വീകരിക്കാം. നമ്മുടെ തപോവന സ്വാമികളൊക്കെ അങ്ങനെ സന്യസിച്ച ആളാണ്, സ്വയം സന്യസിച്ച ആളാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥനായിട്ടുള്ള തപോവന സ്വാമികൾക്ക് ആരും സന്യാസത്തിന് ദീക്ഷ ഗുരുവായിട്ട് ഇല്ല. അദ്ദേഹം സ്വയം സന്യസിച്ച് തപോവനം എന്നുള്ള നാമം സ്വീകരിച്ച ആളാണ്. അതിന് അദ്ദേഹത്തിന് എന്താ പറയുക, മഠാധിപതിമാര്, പുരി മഠാധിപതിയും ദ്വാരകാ മഠാധിപതിയും ഒക്കെ അനുവാദം കൊടുത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാത്മാവിന് സന്യാസ ദീക്ഷ കൊടുക്കാൻ യോഗ്യനായിട്ട് പോലും ഓരോ മഹാത്മാക്കൾ കരുതിയില്ല. എന്തായാലും ദണ്ഡലിംഗാദേഹേ അന്യത്, ദണ്ഡം മുതലായതിൽ നിന്ന് അന്യത് കിഞ്ചിത് അനാപതി ന ബിബ്രിയാത്. അനാപതി എന്ന് പറഞ്ഞാൽ ആപത്തില്ലാത്തപ്പോൾ ധരിക്കേണ്ടതില്ല. അപ്പൊ എന്തെല്ലാം ഉപേക്ഷിച്ചു അതൊന്നും ആപത്തില്ലാത്തപ്പോൾ ധരിക്കേണ്ടതില്ല, സ്വസ്ഥാവസ്ഥയിൽ ധരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാല് ശരീരത്തിന് അനാരോഗ്യമോ അല്ലെങ്കിൽ തണുപ്പോ ഇതൊക്കെ ആധിക്യമുള്ളപ്പോൾ, നല്ല തണുപ്പുള്ള ദേശത്താണെങ്കിൽ കമ്പിളി വസ്ത്രങ്ങൾ അത്യാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ ദണ്ഡം കമണ്ടലു എന്നുള്ളത് ചില സമ്പ്രദായക്കാര് അവരുടേതായിട്ടുള്ള ചിഹ്നമായിട്ട് കൊണ്ടു നടക്കും. ദണ്ഡവും കമണ്ടലും ഒക്കെ ചില സമ്പ്രദായക്കാർക്കും മഠാധിപതിമാർക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് കൊണ്ടു നടക്കാം. അല്ലാത്തവരത് ഉപേക്ഷിച്ചവര് അത് കൊണ്ടു നടക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പോൾ രോഗം അല്ലെങ്കിൽ തണുപ്പ് മുതലായതുണ്ടെങ്കിൽ കമ്പിളി അല്ലെങ്കിൽ ശയിക്കാനുള്ളതായിട്ടുള്ള ശയ്യ ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും പ്രകൃതിയുമായി ഇണങ്ങി ലളിതമായി ദേഹാഭിമാനമില്ലാതെ ജീവിക്കുവാൻ അഭ്യസിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യം. ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഏകയേവ ചരേത് ഭിക്ഷുഃ ആത്മാരാമോ അനപാശ്രയഃ സർവഭൂത സുഹൃത് ശാന്തോ നാരായണപരായണഃ. ഏകയേവ ചരേത് ഭിക്ഷുഃ ആത്മാരാമോ അനപാശ്രയഃ സർവഭൂത സുഹൃത് ശാന്തോ നാരായണപരായണഃ. ഏകയേവ ചരേത് ഭിക്ഷുഃ, ഒരു ഭിക്ഷു, സന്യാസി ഭിക്ഷുവാണ്, ഭിക്ഷാടനത്തിൽ ജീവിക്കുന്ന ആളാണ്. അല്ലാതെ സ്വയം ധനം ആർജിക്കാൻ വേണ്ടി പ്രയത്നം ചെയ്യേണ്ട ആളല്ല. അന്ന് ഭിക്ഷു എന്ന് പറഞ്ഞാൽ ഭിക്ഷാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്നനാളേക്ക് വേണ്ടത്
അയാചിതമായി തന്നെ വന്നു ചേരുന്നതിനെയാണ് ഭിക്ഷ എന്ന് പറയുക. പ്രാരബ്ധം കൊണ്ടുവന്നു തരുന്നതിനെയാണ് ഭിക്ഷ എന്ന് പറയുക. അയാചിതം അന്നം ഭിക്ഷ. 3 പ്രാവശ്യം വരെ ഭിക്ഷാന്തേഹി എന്ന് പറയുന്നത് അത് ഒരു നോട്ടീസ് കൊടുക്കൽ മാത്രമാണ്. അതൊരു യാചനയായിട്ട് കണക്കാക്കേണ്ടതില്ല. അറിയിപ്പ്, ഇങ്ങനൊരു ഭിക്ഷു വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭിക്ഷ കൊടുക്കാം എന്ന് ഗൃഹങ്ങളിൽ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് ചെന്ന് ഒരു അറിയിപ്പാണത്. അതൊരു യാചനയല്ല. ഭവതി ഭിക്ഷാന്തേഹി, ഭവതി ഭിക്ഷാന്തേഹി, ഭവതി ഭിക്ഷാന്തേഹി എന്ന് 3 പ്രാവശ്യമേ പറയാൻ പാടുള്ളൂ. വിളിച്ച് കൂവാൻ പാടില്ല. 3 ഗൃഹങ്ങളിലേ അങ്ങനെ പോയി പറയാൻ പാടുള്ളൂ. അപ്പം അത് 3ലും കിട്ടിയില്ല എങ്കിൽ അന്നത്തെ ദിവസം തനിക്ക് പ്രാരബ്ധമില്ല എന്ന് കണക്കാക്കി ഭക്ഷണം വേണ്ട എന്ന് വെക്കാവുന്നതാണ്. അങ്ങനെയാണ് സൂചനകൾ ശാസ്ത്രങ്ങളിൽ. അപ്പം എന്തായാലും ഭിക്ഷ എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം കൊണ്ടുവന്നു തരുന്ന ഭക്ഷണമാണ്. അങ്ങനെയുള്ള ഭിക്ഷു ആത്മാരാമഹ. ആത്മാരാമഹ എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ രമിക്കുന്നവനായി, ആത്മാവിൽ രമിക്കുന്നവനായി, മറ്റൊരു വിഷയത്തിലും രതിയില്ലാത്തവനായി, അനപാശ്രയ, അപാശ്രയം ഇല്ലാത്തവൻ, ആരെയും ആശ്രയിക്കാത്തവൻ, അന്യരെ ആശ്രയിക്കാത്തവനായി, സർവഭൂത സുഹൃത്ത്, സകല ഭൂതങ്ങളുടെയും സുഹൃത്ത്, വെൽവിഷർ, ഹിതചിന്തകൻ, എല്ലാവർക്കും നന്മ മാത്രം ചിന്തിക്കുന്നവനായി, ആരെയും ഉപദ്രവിക്കാത്തവനായി, ശാന്ത, കാമക്രോധ ലോപാദി ദോഷങ്ങളൊന്നുമില്ലാതെ മനസ്സ് ശാന്തമായിരിക്കുന്നവനായി, നാരായണ പരായണ, നാരായണനെ പരമമായ അയനമായി ലക്ഷ്യമായി ഗതിയായി ആശ്രയിച്ചിരിക്കുന്നവൻ, ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവൻ, സർവാത്മഭാവേന ആശ്രയിച്ചിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭിക്ഷാന്നം കൊണ്ട് ജീവിക്കുന്ന ഭിക്ഷു ഏകഹ ഏവ ചരേത്. ഏകഹ ഏവ, ഏകാഗിയായി വേണം സഞ്ചരിക്കാൻ. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് ഉത്തമം. സംഘമായിട്ട് സഞ്ചരിക്കുമ്പോൾ അതെല്ലാം വിക്ഷേപത്തിന് കാരണമാകും. കാരണം ഓരോരുത്തരെ ഓരോന്ന് പറയും. ഒരു അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം, അവിടെ പോയാൽ അത് കിട്ടും, ഇവിടെ പോയാൽ ഇത് കിട്ടും എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കാൻ കൂടെയുള്ളവരൊക്കെ നല്ലോണം സഹായിക്കും. വഴക്കുകൾ ഉണ്ടാകാനും എല്ലാറ്റിനും മതി. അപ്പം അതുകൊണ്ട് ഒരു സന്യാസി തനിക്ക് തൻ്റെ സാധനാ ഭാഗമായി ആരോടും യാതൊരു തരത്തിലുള്ള കലഹമുണ്ടാകാതിരിക്കാനും വിക്ഷേപമുണ്ടാകാതിരിക്കാനും ശാന്തത നിലനിർത്താനുമായി ഏകനായി സഞ്ചരിക്കുക, നിർഭയനായി സഞ്ചരിക്കുക, ആരെയും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏകയേവ ചരേത് ഭിക്ഷു ആത്മാരാമോ അനപാശ്രയ സർവഭൂത സുഹൃത്ത് ശാന്ത നാരായണ പരായണ. പശ്യേദാത്മനി അതോ വിശ്വം പരേ സദസതോ അവ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ. പശ്യേദാത്മനി അതോ വിശ്വം പരേ സദസതോ അവ്യയേ ആത്മാനം ച പരം ബ്രഹ്മ സർവത്ര സദസന്മയേ. സദസദഃ പരേ അവ്യയേ ആത്മനി അതഃ വിശ്വം സദസന്മയേ സർവത്ര പരം ബ്രഹ്മ ആത്മാനം ച പശ്യേത്. എല്ലായിടത്തും ആ പരബ്രഹ്മത്തെയും ആത്മാവിനെയും രണ്ടും ഒന്ന് തന്നെയായിട്ട് കാണണം എന്നാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ വിശ്വത്തെ എവിടെ കാണണം? സദസദഃ പരേ അവ്യയേ ആത്മനി. സത്തിനും അസത്തിനും അതീതമായിരിക്കുന്ന സദസദഃ പരേ. സത്ത് എന്ന് പറഞ്ഞാൽ സ്ഥൂലമായിരിക്കുന്നത്, അസത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിരിക്കുന്നത് എന്ന് പറയാം. അപ്പൊ സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് പരമായിരിക്കുന്നത്, അതിനൊക്കെ അപ്പുറത്തുള്ളത്, അതിനൊക്കെ പരമകാരണമായിരിക്കുന്നത്, ആത്യന്തികമായിരിക്കുന്നത്, അൾട്ടിമേറ്റ് ആയിരിക്കുന്നത് സദസദഃ പരേ അവ്യയേ. അവ്യയേ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരു നാശവുമില്ലാത്തത്, എല്ലാ കാലത്തും ഒരുപോലെ ഉള്ളത്, ഭൂതത്തിൽ എന്നും ഉണ്ടായിരുന്നത്, വർത്തമാനത്തിൽ എന്നുമുള്ളത്, ഭാവിയിൽ എന്നും ശേഷിക്കുന്നതും ആയിരിക്കുന്ന അവ്യയേ ആത്മനി, ആത്മസ്വരൂപത്തിൽ, അധഃ വിശ്വം, ഈ വിശ്വത്തെ, അധഃ എന്നുള്ളത്
ഇതം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഈ വിശ്വത്തെ മുഴുവൻ അവനവന്റെ ആ പരമകാരണമായ പരമാത്മാവിൽ സദസന്മയേ സർവത്ര പരം ബ്രഹ്മ, ഈ സത്തും അസത്തുമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ, അതാണ് സദസന്മയി, സത്തും അസത്തുമായിരിക്കുന്ന സ്ഥൂല സൂക്ഷ്മ രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ സർവത്ര പരംബ്രഹ്മ, പരംബ്രഹ്മത്തെയും ആത്മാനം, അവനവന്റെ ആത്മാ തന്നെയാണ് ഈ പരബ്രഹ്മം എന്ന് പശ്യേത്, കാണേണ്ടതാണ്. അപ്പൊ ഭേദഭാവന കൂടാതെ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ടുള്ള വസ്തു, അവ്യയമായിട്ടുള്ള വസ്തു, അത് തന്നെയാണ് ഇപ്പൊ കാണുന്നതായിട്ടുള്ള സത്വം അസത്വമായിരിക്കുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് ഭാവന ചെയ്ത്, എല്ലാ ആഭരണങ്ങളും സ്വർണം തന്നെയാണ്, സ്വർണം കൊണ്ട് നിർമ്മിതമായ ആഭരണങ്ങളൊക്കെ പ്രകാരമാണോ സ്വർണം തന്നെ എന്ന് കാണുന്നത്. എന്നാൽ സ്വർണം അവ്യയമാണ്, നാശരഹിതമാണ്. ഈ ആഭരണങ്ങൾക്കൊക്കെ അപ്പുറത്താണ് സ്വർണത്തിന്റെ അസ്തിത്വം. ആഭരണം ഉണ്ടാകുന്നതിന് മുമ്പും ആഭരണം ആയപ്പോഴും ആഭരണം ഇല്ലാതായാലും സ്വർണത്തിന് നാശമില്ല എന്ന് കാണുന്നത് പോലെ ഇതിൻ്റെ എല്ലാം പരമമായ സത്യത്തെ എല്ലായ്പ്പോഴും കാണേണ്ടതാണ്. സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യേണ്ടതാണ് എന്നാണ്. ബാക്കി നമുക്ക് നാളെ തുടരാം. നാളെ വൈകുന്നേരമായിരിക്കും. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ തുടരാം. എല്ലാവർക്കും ശുഭരാത്രി.